ട്രാൻസ്ഫർ മാർക്കറ്റിൽ നിന്ന് വരുന്ന ന്യൂസൊക്കെ കേട്ട് ശരിക്കും പറഞ്ഞാൽ യുണൈറ്റഡ് ഫാൻസ് ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ക്ഷമയൊക്കെ നശിച്ച് ഇരിക്കുകയായിരിക്കും എന്ന് എനിക്കറിയാം. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം മത്തേസ് കുണിയയുടെ ആ ഒരു ഡീല് ഫുൾഫിൽ ചെയ്തതിന് ശേഷം നമ്മൾ 2 ഡീലിൻ്റെ പുറകെയാണ്. ഒന്ന് ബ്രയാൻ എംബ്യൂമോയുടെ ഡീല്, പിന്നെ വിക്ടർ ഗ്യോക്കോറസിൻ്റെ ഡീല്. വിക്ടർ ഗ്യോക്കോറസിൻ്റെ ഡീല് നമ്മൾ പ്രോബബ്ലി നമ്മളെ സെയിൽസ് ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ ടാർഗറ്റ് വിക്ടർ ഗ്യോക്കോറസ് ആണെന്ന് എല്ലാവർക്കും അറിയാം, നമുക്കും അറിയാം, ബാക്കിയുള്ളവർക്കും ഒക്കെ അറിയാം. അപ്പം ആദ്യം നമ്മൾ എംബ്യൂമോയുടെ ഡീലിൻ്റെ കാര്യം നോക്കിയാൽ, എംബ്യൂമോയുടെ ഡീല് ഇങ്ങനെ ഒത്തിരി നാളായിട്ട് വൈകുന്നുണ്ട്. നമ്മൾ പെട്ടെന്ന് പ്രതീക്ഷിച്ച ഡീലാണ്. മത്തേസ് കുണിയയുടെ ഡീല് കഴിഞ്ഞ് ഒരാഴ്ചയ്ക്കകമെങ്കിലും ഈ ഒരു ഡീല് വരും, ഹിയർവിഗോ വരുമെന്നൊക്കെ നമ്മൾ വിചാരിച്ച, പക്ഷെ അതൊന്നും നടന്നില്ല. നമ്മൾ ആ ഒരു ആദ്യത്തെ ഒരു 10 ദിവസത്തെ ആ ഒരു ട്രാൻസ്ഫർ വിൻഡോയ്ക്കുള്ളിലെങ്കിലും വരുമെന്ന് വിചാരിച്ചു, പക്ഷെ അതൊന്നും വന്നില്ല. സ്റ്റിൽ ഇന്നത്തെ ഈ ഒരു ദിവസം വരെയും നമ്മൾ നോക്കിയാൽ വലിയ ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും കാണുന്നില്ല. ഇപ്പോൾ ഫബ്രീസിയോ റൊമാനോ ആണെങ്കിലും അതുപോലെ തന്നെ ഡേവിഡ് ഓൺസ്റ്റൺ ആണെങ്കിലും ഒത്തിരി അപ്ഡേറ്റ്സുമായിട്ടൊന്നും വരുന്നില്ല. ശരിക്കും നമ്മൾ ഈ ട്രാൻസ്ഫർ മാർക്കറ്റിലെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് വലിയ അപ്ഡേറ്റ് വരുന്നില്ല. യുണൈറ്റഡ് ആണെങ്കിലും ബ്രെൻഫോർഡിൻ്റെ ആ ഒരു വാല്യൂനെ മാച്ച് ചെയ്യാൻ ഇതുവരെയായിട്ടും യുണൈറ്റഡ് തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ ബ്രെൻഫോർഡ് ചെറിയ കളികളൊക്കെ നടത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് ഫ്ലോറിൻ പ്ലറ്റൻബർഗ് ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ യുണൈറ്റഡ് ബോർഡ് ടോട്ടൻഹാം ഇതിൻ്റെ ഇടയ്ക്കോട്ട് കയറുന്നു, ഈ ഡീല് ഹൈജാക്ക് ചെയ്യാൻ വേണ്ടി ടോട്ടൻഹാം ഇറങ്ങിത്തിരിക്കുന്നു, രണ്ടും കൽപ്പിച്ച്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം ടോട്ടൻഹാമിൻ്റെ പുതിയ മാനേജർ എന്ന് പറയുന്നത് തോമസ് ഫ്രാങ്ക് ആണ്. ബ്രെൻഫോർഡിൽ എംബ്യൂമോയുടെ മാനേജറായിരുന്ന ആ മനുഷ്യൻ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തോമസ് ഫ്രാങ്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ എംബ്യൂമോ ടോട്ടൻഹാമിനെ പ്രിഫർ ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ടോട്ടൻഹാം ഒരു 70 മില്യൺ പൗണ്ട്സിൻ്റെ ഒരു ബിഡ്, അത് ശരിക്കും ബ്രെൻഫോർഡിൻ്റെ വാല്യുവേഷനാണ്, ഈ ഒരു എംബ്യൂമോയുടെ വാല്യുവേഷൻ, ആ വാല്യുവേഷനെ മീറ്റ് ചെയ്യാൻ തയ്യാറാണ്. അങ്ങനെ ഒരു ബിഡ് മേക്ക് ചെയ്തു എന്ന് മിറർ റിപ്പോർട്ട് ചെയ്തായിരുന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു 70 മില്യൻ്റെ കഥ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ ഒക്കെ വിശ്വസിച്ച് പോയാൽ 70 മില്യൺ പൗണ്ട്സ് ശരിക്കും പറഞ്ഞാൽ ടോട്ടൻഹാമിൻ്റെ ചെയർമാൻ ഇപ്പോഴും നമ്മുടെ ഡാനിയൽ ലെവി തന്നെയാണ് എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ ഒരിക്കലും 70 മില്യൺ പൗണ്ട്സിൻ്റെ ഒരു ബിഡ് നടത്തും എന്ന് സ്വപ്നത്തിൽ പോലും ആരും വിചാരിക്കേണ്ട. അപ്പം വൈകുന്നേരം രാത്രിയൊക്കെ ആയപ്പോൾ വന്ന റിപ്പോർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എംബ്യൂമോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യുണൈറ്റഡുമായിട്ട് ആ ഒരു വെർബൽ എഗ്രിമെൻറ്റിലാണ് സ്റ്റിൽ ഉള്ളത്. അപ്പം യുണൈറ്റഡ് ബിഡ് ചെയ്യുമെന്നുള്ള ആ ഒരു ഗ്യാരണ്ടി യുണൈറ്റഡ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ യുണൈറ്റഡ് ആണ് പുള്ളിയുടെ പ്രിഫറൻസ് എന്ന് എംബ്യൂമോയും കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ ഈ ഒരു ഡീലിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ നോക്കിയാൽ അറിയാം, ന്യൂകാസിൽ അതുപോലെ തന്നെ ടോട്ടൻഹാം പിന്നെ ആർസണൽ, ഈ 3 ക്ലബിനെ റിജക്റ്റ് ചെയ്തുകൊണ്ടാണ് യുണൈറ്റഡിനെ ചൂസ് ചെയ്തതെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ യുണൈറ്റഡ് തന്നെയാണ് പുള്ളിയുടെ പ്രിഫറൻസ്. ഇനി യുണൈറ്റഡിന് ടോട്ടൻഹാമിൻ്റെ ഒരു ബിഡിനെ മാച്ച് ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ടോട്ടൻഹാം ഒരു 70 മില്യൺ പൗണ്ട്സിൻ്റെ ഒക്കെ ഒരു ബിഡ് നടത്തി അതിനെ മാച്ച് ചെയ്യാൻ യുണൈറ്റഡ് തയ്യാറല്ല, ഇതിൽ നിന്ന് പിന്മാറിയാൽ മാത്രമേ ടോട്ടൻഹാമിന് ഒരു ചാൻസ് ഉള്ളൂ എന്നാണ് ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. പക്ഷേ ബ്രെൻഫോർഡിൻ്റെ ഭാഗം നമ്മൾ നോക്കുക, ബ്രെൻഫോർഡിൻ്റെ ഒരു വാല്യുവേഷൻ എന്ന് പറയുന്നത് ഇപ്പം 70 മില്യൺ ഇനീഷ്യൽ പറഞ്ഞു, പക്ഷേ ബ്രെൻഫോർഡ് ഇപ്പം പറയുന്നത് വെച്ചാൽ 60 മില്യൺ പൗണ്ട്സ് അവർക്ക് ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഫീ വേണം, പ്ലസ് ആഡ് ഓൺസ് എല്ലാം കൂടെ ചേർത്ത് 65 മില്യൺ പൗണ്ട്സ്. ആ ഒരു കടുംപിടുത്തത്തിലാണ് ബ്രെൻഫോർഡ് ഉള്ളത്. അപ്പം എനിക്ക് തോന്നുന്നു യുണൈറ്റഡ് ഒരു ഏകദേശം കുണിയാടെ ഒരു ഡീൽ, അല്ലെങ്കിൽ 60 മില്യൺ പൗണ്ട്സിൻ്റെ ഡീലിൽ സംഭവം ആഡ് ഓൺസ് എല്ലാം കൂടെ കൂട്ടി 60 മില്യൺ പൗണ്ട്സിൽ ഒതുക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് യുണൈറ്റഡ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ബ്രെൻഫോർഡ് കുറച്ച് കളികൾ നടത്തുന്നു, ടോട്ടൻഹാമിനെ ഈ ഒരു കേസിലേക്ക് ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നു. അപ്പം അന്നപ്പം യുണൈറ്റഡ് പേടിച്ച് അവരുടെ എന്നാ പറയുന്നത് വാല്യുവേഷനെ മീറ്റ് ചെയ്യും. ഇതൊക്കെ ട്രാൻസ്ഫർ മാർക്കറ്റിലുള്ള കളികളാണല്ലോ. അപ്പം അങ്ങനത്തെ കളികളൊക്കെ നടത്തുന്നു. എന്നാലും നമുക്ക് ഈ ബ്രെൻഫോർഡും അതുപോലെ തന്നെ എംബ്യൂമോയും അവർ തമ്മിലുള്ള ഒരു ബന്ധത്തിലൊന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വാല്യുവേഷനിലേക്ക് എത്താൻ വേണ്ടി പറ്റുകയാണെങ്കിൽ ഈ എംബ്യൂമോയുടെ ഒരു ഡ്രീമിൻ്റെ ഇടയിൽ ഈ പ്രശ്നക്കാരനായിട്ട് ബ്രെൻഫോർഡ് ഒരിക്കലും വരത്തില്ല എന്നാണ് നമുക്ക് റിപ്പോർട്ടൊക്കെ അനുസരിച്ച് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പം ഈ ഒരു ഇവർ തമ്മിലൊരു ജെന്റിൽമാൻസ് എഗ്രിമെൻ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഡീല് മുന്നോട്ട് കുറച്ച് ഡിലേ നടന്നാലും ഡീല് നടക്കും എന്ന് തന്നെയാണ് വിശ്വാസം. പക്ഷേ അപ്പുറത്ത് നമ്മൾ ഗ്യോക്കോറസിൻ്റെ കാര്യം നോക്കിയാൽ അവിടെ സ്പോർട്ടിംഗ് CPയും ഗ്യോക്കോറസും തമ്മിൽ മുട്ടനടിയിലാണ്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം ഗ്യോക്കോറസിൻ്റെ ഒരു റിലീസ് ക്ലോസ് എന്ന് പറയുന്നത്, സ്പോർട്ടിംഗ് CPയിലെ പുള്ളിയുടെ റിലീസ് ക്ലോസ് എന്ന് പറയുന്നത് ഏകദേശം 100 മില്യൺ യൂറോസ് ആണ്. അപ്പം 100 മില്യൺ യൂറോസ് എന്ന് പറയുമ്പം ഏകദേശം 84 മില്യൺ പൗണ്ട്സ് ആണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു റിലീസ് ക്ലോസ് ട്രിഗർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല വിക്ടർ ഗ്യോക്കോറസിനെ കൊണ്ടുവരാൻ വേണ്ടി. അപ്പോൾ ഇനീഷ്യലി നമ്മൾ കേട്ടുകൊണ്ടിരുന്ന കാര്യം, അല്ലെങ്കിൽ ഇവരുടെ ഏജന്റൊക്കെ വിക്ടർ ഗ്യോക്കോറസിൻ്റെ ഏജന്റ് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ ആ ഒരു ഇപ്പം ഏജന്റും അതുപോലെ തന്നെ ക്ലബും തമ്മിലുള്ള ആ ഒരു ജെന്റിൽമാൻ എഗ്രിമെൻ്റ് ഒക്കെ വെച്ചുകൊണ്ട് തന്നെ
ഏകദേശം ഒരു 59 മില്യൺ പൗണ്ട്സ് വിത്ത് ആഡ് ഓൺസ്, അതായത് 51 മില്യൺ പൗണ്ട്സ് പ്ലസ് ഒരു 8 മില്യൺ പൗണ്ട്സിന്റെ ആഡ് ഓൺസ് എല്ലാം കൂടെ വെച്ചുകൊണ്ട് 59 മില്യൺ പൗണ്ട്സിന്റെ ഒരു ഡീലിൽ, അല്ലെങ്കിൽ ആ ഒരു ഡീലിൽ വിക്ടർ ഗ്യോക്കോറസിനെ വിട്ടുകൊടുക്കാൻ സ്പോർട്ടിംഗ് CP തയ്യാറാകുമെന്നാണ് വിക്ടർ ഗ്യോക്കോറസിന്റെ ഏജന്റ് ഇനീഷ്യലി പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ നമുക്കെല്ലാവർക്കും അറിയാം റീസെന്റ് ആയിട്ട് ഈ ഒരു വിക്ടർ സ്പോർട്ടിംഗ് CPയുടെ പ്രസിഡന്റ് വന്ന് വ്യക്തമായിട്ട് പുള്ളി പറയുന്നുണ്ട് അങ്ങനത്തെ വെർബൽ എഗ്രിമെന്റോ അല്ലെങ്കിൽ ജെന്റിൽമാൻ എഗ്രിമെന്റ് ഒന്നുമില്ല, ഇപ്പോൾ ഉണ്ടേ തന്നെ അങ്ങനത്തെ ഒരു സംഭവത്തിൽ ഞങ്ങൾ വിക്ടർ ഗ്യോക്കോറസിനെ വിട്ടു തരത്തില്ല അല്ലെങ്കിൽ വിൽക്കത്തില്ല എന്ന് വ്യക്തമായിട്ട് പുള്ളി പറയുന്നുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു ന്യൂസ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിക്ടർ ഗ്യോക്കോറസ് ഭയങ്കര കലിപ്പായി. പുള്ളിയും സ്പോർട്ടിംഗ് CP തമ്മിലുള്ള ബന്ധത്തിൽ വലിയൊരു വിള്ളൽ വന്നിരിക്കുന്നു. അപ്പം സ്പോർട്ടിംഗ് CPയുടെ ആ ഒരു പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് സ്പോർട്ടിംഗ് CPയായിട്ട് ബന്ധപ്പെട്ടുള്ള പോസ്റ്റുകൾ മാറ്റുന്നു, അതുപോലെ തന്നെ സ്പോർട്ടിംഗ് CPയുടെ പേര് പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് എടുത്ത് മാറ്റുന്നു. അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ. പിന്നെ പുള്ളിയുടെ ഏജന്റ് പബ്ലിക്കായിട്ട് വന്ന് ക്ലബിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നു. പുള്ളി തിരിച്ച് പ്രീ സീസണിൽ സ്പോർട്ടിങ്ങിനെ ജോയിൻ ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ത്രട്ടൺ ചെയ്യുന്നുണ്ട്. അപ്പം സ്പോർട്ടിംഗ് CPയുടെ പ്രസിഡന്റ് പറയുന്ന കാര്യം ഇങ്ങനത്തെ ത്രട്ടണിങ്ങും ഇൻസൾട്ടും ഒന്നും എൻ്റെ അടുത്ത് വേവത്തില്ല എന്ന് പുള്ളി വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പുള്ളിയുടെ വാല്യുവേഷൻ എന്ന് പറയുന്നത് ഏകദേശം ഒരു 67 മില്യൺ പൗണ്ട്സ്, 67 മില്യൺ പൗണ്ട്സ് ആഡ് ഓൺസ് എല്ലാം കൂടെ വെച്ചുകൊണ്ട് 67 മില്യൺ പൗണ്ട്സിന്റെ ഒരു ഡീല്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 80 മില്യൺ യൂറോസിന്റെ അടുത്ത് വരും. അപ്പം അത്രയും കൊടുത്താൽ മാത്രമേ വിക്ടർ ഗ്യോക്കോറസിനെ നിങ്ങൾക്ക് അല്ലെങ്കിൽ വരുന്ന ഒരു ബിഡുമായിട്ട് വരുന്ന ഒരു ക്ലബിനെ സൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് സ്പോർട്ടിംഗ് CPയുടെ പ്രസിഡന്റ്. അപ്പം ഭയങ്കര ഭീകരൻ പ്രശ്നത്തിൽ നിൽക്കുകയാണ്. അപ്പം നമ്മൾ ഈ വിക്ടർ ഗ്യോക്കോറസ് മാത്രം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ശരിക്കും ട്രാപ്പിലാണ് പോയി പെട്ടിരിക്കുന്നത്. ഇപ്പോൾ ഒന്നും അല്ലാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത്. ലേറ്റസ്റ്റ് ആയിട്ട് പുള്ളിയുടെ ഏജന്റ് പറഞ്ഞു ഞങ്ങൾക്ക് റിട്ടേൺ ആയിട്ട് പ്രൂഫ് ഉണ്ട്, ഈ ഒരു ജെന്റിൽമാൻ എഗ്രിമെന്റ് അനുസരിച്ച് 60 മില്യൺ പൗണ്ട്സിന് അല്ലെങ്കിൽ 59 മില്യൺ പൗണ്ട്സിന് ഗ്യോക്കോറസിനെ വിൽക്കാം എന്നുള്ള രീതിയിലുള്ള ജെന്റിൽമാൻ എഗ്രിമെന്റിന്റെ ഒരു റിട്ടേൺ പ്രൂഫ് ഞങ്ങളുടെ കയ്യിൽ ഉണ്ടെന്ന് പുള്ളിയുടെ ഏജന്റ് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഏജന്റ് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ വിക്ടർ ഗ്യോക്കോറസിന്റെ ഡീലിനകത്ത് അല്ലെങ്കിൽ ആ ഒരു പുള്ളിയുടെ കോൺട്രാക്റ്റിനകത്ത് ഏജന്റ് ആഡ് ചെയ്തിരിക്കുന്ന ഒരു എക്സ്ട്രാ ഒരു ക്ലോസും കൂടെ ഉണ്ട്. അതനുസരിച്ച് ഇപ്പൊ 51 മില്യൺ പൗണ്ട്സിന് മുകളിലൊരു ബിഡ് ഏതെങ്കിലും ഒരു ടീം നടത്തി സ്പോർട്ടിംഗ് CP ആ ബിഡ് റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ബിഡിന്റെ 10% വിക്ടർ ഗ്യോക്കോറസിന്റെ ഏജന്റിന്റെ കയ്യിൽ കിട്ടും എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഏജന്റിന് ആ ഒരു ബിഡിന്റെ 10% കൊടുക്കണം എന്നുള്ള തരത്തിലൊരു ക്ലോസും കൂടെ ഈ ഒരു കോൺട്രാക്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടൊരു ന്യൂസ് വരുന്നു. അപ്പൊ അതിന്റെ തൊട്ട് പുറകെ സ്പോർട്ടിങ്ങിന്റെ ഭാഗത്തുനിന്ന് പറഞ്ഞ ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ അങ്ങനത്തെ ഒരു ക്ലോസ് നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്യാനാണ് നിങ്ങളുടെ ഉദ്ദേശം എങ്കിൽ വിക്ടർ ഗ്യോക്കോറസിനെ പുള്ളിയുടെ റിലീസ് ക്ലോസിൽ കുറച്ച് ഞങ്ങൾ വിൽക്കത്തില്ല എന്നുള്ള തീരുമാനത്തിലാണ് സ്പോർട്ടിംഗ്. ഇപ്പം വല്ലാത്തൊരു ഭീകരമായിട്ടുള്ള അന്തരീക്ഷത്തിലാണ്. ആകെപ്പാടെ വെടിയും പുകയുമാണ്, ഒന്നും അറിയത്തില്ല ഇതെങ്ങനെ പോയി സോൾവ് ആവും. ഇവർ തമ്മിലൊരു കോംപ്രമൈസിൽ എത്തിയില്ലെങ്കിൽ ഒന്നും അല്ലാത്ത രീതിയിലൂടെ ഡീല് പോകും. ആർസണൽ ഇതിൻ്റെ പുറകെ ഉണ്ട്. അത് നമുക്ക് വലിയൊരു വെല്ലുവിളിയാണ്. കാരണം സെസ്കോയുടെ ഡീലിന്റെ കാര്യത്തിൽ ഇതുവരെയായിട്ട് ഒരു കൺക്ലൂഷൻ ഒന്നും എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയൊരു പ്രശ്നം തന്നെയാണ് ആർസണൽ ബിഡ് മേക്ക് ചെയ്ത് സ്പോർട്ടിങ്ങിന്റെ ആവശ്യം മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഗോപി വരച്ചുകൊണ്ട് ഇരിക്കേണ്ടി വരും. അപ്പൊ ഈ ഒരു ഡീലിന്റെ ഇടയ്ക്കും പല കളികളും നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വന്ന റിപ്പോർട്ട് അനുസരിച്ച് ഐൻട്രാക്ട് ഫ്രാങ്ക്ഫർട്ടിന്റെ എക്കിറ്റിക്കെ എന്ന് പറയുന്ന ആ ഒരു ഫോർവേഡിനെ യുണൈറ്റഡുമായിട്ട് ലിങ്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ഫോർവേഡ് അല്ലെങ്കിൽ പുള്ളി ഒരു പ്യോർ നമ്പർ 9 ആണോ എന്നുള്ള കാര്യത്തിൽ തന്നെ എനിക്ക് സംശയമുണ്ട്. ഒരു ഏകദേശം സെർക്സി മോഡൽ ഒരു പ്ലെയർ ആണ്. 9 അല്ല 10 അല്ല, അല്ലെങ്കിൽ മോർ ഒരു വിംഗർ ടൈപ്പ് ഒരു പ്ലെയർ ആണ് പുള്ളി. അപ്പം അങ്ങനത്തെ ഒരു പ്ലെയർ പുള്ളി ഫിസിക്കലി അത്ര എക്സൽ ചെയ്യുന്ന ഒരു പ്ലെയർ അല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നില്ല 100 മില്യൺ യൂറോസിന്റെ റിലീസ് ക്ലോസ് ഒക്കെ ഉള്ള ആ ഒരു മനുഷ്യന്റെ പുറകെ ഇവിടെ 67 മില്യൺ പേടിച്ചുകൊണ്ട് അങ്ങോട്ട് പോകും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ കൂടുതലും സ്പോർട്ടിങ്ങിന്റെ കളികളായിട്ടാണ്, അല്ലെങ്കിൽ അവരുടെ ഈ എക്കിറ്റിക്കയുടെ അല്ലെങ്കിൽ ഐൻട്രാക്ട് ഫ്രാങ്ക്ഫർട്ടിന്റെ കളികളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അവിടെ ലിവർപൂള്, ചെൽസി അങ്ങനെ കാശുകൾ ഇഷ്ടം പോലെ വാരി എറിയാൻ തയ്യാറായി നിൽക്കുന്ന ക്ലബ്ബുകൾ ക്യൂ ആയിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ആ ഒരു ഡീലിൻ്റെ ഇടയ്ക്ക് നമുക്ക് യാതൊരു റോളും ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. സ്റ്റിൽ ഇന്നത്തെ ദിവസം വരെ വിക്ടർ ഗ്യോക്കോറസ് ആണ് സ്ട്രൈക്കറിൻ്റെ കാര്യത്തിൽ നമ്മുടെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത്. ഒസിമൻ്റെ പേര് എല്ലാവരും പറയും എങ്കിലും ഒസിമൻ നമുക്കറിയാം, എല്ലാവർക്കും അറിയാം സൗദിയിലോട്ട് പോകും എന്ന് ഉറപ്പിച്ചിരുന്നതാണ്. പക്ഷേ പുള്ളി ആ ഒരു മൂവ്
റിജക്റ്റ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ യുണൈറ്റഡ് പോണക്കത്തെ ഒരു ക്ലബിനൊക്കെ ചാൻസ് ഉണ്ട്. പക്ഷേ പുള്ളിയുടെ ട്രാൻസ്ഫർ ഫീയേക്കാളും പുള്ളിയുടെ പ്രശ്നം പുള്ളിയുടെ വേജസ് ആണ്. ഏകദേശം പുള്ളി 350K per week ഒക്കെയാണ് ചോദിക്കുന്നത്. അപ്പം അത്രയും വേജസ് ഒന്നും വെച്ചുകൊണ്ട് യുണൈറ്റഡ് ഒരിക്കലും പുള്ളിയെ സൈൻ ചെയ്യത്തില്ല. നമ്മുടെ ഒരു വേജ് സ്ട്രക്ചർക്ക് അനുസരിച്ച് നമ്മളൊരു 200-250 മുകളിലൊന്നും പോകും എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ കുണിയാടെ ലാസ്റ്റ് നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് കുണിയാടെ ഡീൽ അനൗൺസ് ചെയ്തിട്ടുണ്ട്. കുണിയാടെ ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട്. കുണിയാടെ സാലറി എന്ന് പറയുന്നത് ഏകദേശം 200K per week ആണ്. അപ്പോൾ ആ ഒരു സാലറി ഒക്കെയാണ്. അപ്പം അങ്ങനത്തെ ഒരു റേഞ്ചിൽ നിൽക്കാൻ വേണ്ടിയാണ് യുണൈറ്റഡ് കൂടുതലും സാലറിയുടെ കാര്യത്തിൽ അങ്ങനത്തെ ഒരു റേഞ്ചിൽ നിൽക്കാൻ വേണ്ടി യുണൈറ്റഡ് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ 350K per week എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. ഒസിമൻ്റെ കാര്യം എല്ലാവരും വിട്ടേക്ക്. ഒസിമൻ എന്ന് പറയുന്ന പ്ലെയറിന് യുണൈറ്റഡിന് വരണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും പുള്ളി സാലറിയുടെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസിനും തയ്യാറല്ല. അതുകൊണ്ട് തന്നെ ഒരു രക്ഷയില്ല. അപ്പോൾ കുണിയുടെ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ കുണിയുടെ ഇൻ്റർവ്യൂ ഒക്കെ വന്നിട്ടുണ്ട്. കുണിയുടെ ഇൻ്റർവ്യൂ ഒക്കെ അനുസരിച്ച് പുള്ളി ശരിക്കും സംസാരിക്കുന്ന എല്ലാവരും ഒന്ന് കാണണം. നമ്മൾ പല പ്ലെയേഴ്സ് ഇവിടെ വന്നിട്ട് യുണൈറ്റഡ് ഫാൻസ് ആണ്, നമ്മൾ കൊച്ചിയിലെ മുതൽ യുണൈറ്റഡ് ഫാനാണെന്ന് പറയുന്ന പല ആൾക്കാരുണ്ട്. പക്ഷെ കുണിയ പറയുന്ന കാര്യങ്ങളിനകത്ത് വളരെ ഭയങ്കര എന്താ പറയുന്നത്, ഭയങ്കര ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആ പറയുന്ന ഓരോ വാക്ക് കേട്ടാലും പുള്ളി ഭയങ്കര ജെന്യൂൻ ആണെന്ന് നമുക്ക് മനസ്സിലാവും. അത്ര യുണൈറ്റഡ് ഫാനാണ്. യുണൈറ്റഡ് എന്ന് പറയുന്ന ക്ലബ്ബ് എന്താണ് പുള്ളിക്ക് എന്നുള്ള ആ ഒരു സംഭവം പുള്ളിയുടെ ഇന്റർവ്യൂ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാവും. അപ്പം നമ്മൾ ഇത്രയും നേരവും നമ്മൾ ഇൻകമിങ്സിന്റെ കാര്യമാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ നമ്മൾ ഔട്ട് ഗോയിങ്സിന്റെ കാര്യത്തിൽ വലിയ ഒച്ചപ്പാട് ബഹളവും ഒന്നും കേൾക്കാനില്ല. നമ്മൾ എത്ര പേരെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്, പക്ഷേ യാതൊരു ഒച്ചപ്പാടും ബഹളവും ഒന്നും കേൾക്കുന്നില്ല. ഗർണാച്ചോയുടെ കാര്യത്തിൽ ലേറ്റസ്റ്റ് ആയിട്ട് പറയപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ ബയർ ലെവർക്യൂസൻ ആ ഒരു ഗർണാച്ചോ ചേസ് ചെയ്തുകൊണ്ടിരുന്ന ബയർ ലെവർക്യൂസൻ എന്ന് പറയുന്ന ആ ഒരു കണ്ടന്റർ അതിൽ നിന്ന് പിന്മാറി. അവർക്ക് 70 മില്യൺ, യുണൈറ്റഡ് ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 70 മില്യൺ പൗണ്ട്സ് ആണ്. അപ്പോൾ അത്രയും കൊടുക്കാനില്ല. അതുകൊണ്ട് തന്നെ അവർ ഡീലിൽ നിന്ന് പിന്മാറി. ഇത്രയും കാശ് അവർക്ക് ഈ ഫ്ലോറിയൻ വെഡ്സിന്റെ കേസിൽ കിട്ടിയത്. അപ്പം 70 മില്യൺ എന്ന് പറഞ്ഞാൽ 70 മില്യൺ ഏകദേശം 60-65 മില്യനുള്ളിൽ 60 മില്യൺ എനിക്ക് തോന്നുന്നു യുണൈറ്റഡ് വിൽക്കും. അല്ലെങ്കിലും നമ്മളൊരു സാധനം അല്ലെങ്കിൽ ഒരു സാധനം കൊണ്ട് വിൽക്കാൻ വെച്ച് കഴിഞ്ഞാൽ വിലയില്ലല്ലോ. നമ്മുടെ അക്കാഡമിയിൽ നിന്ന് വളർന്നു വന്ന ഡീൻ ഹെൻഡേഴ്സൺ എന്ന് പറയുന്ന അത്രയും ഹൈലി റേറ്റഡ് ആയിട്ടുള്ള ഗോൾ കീപ്പറിനെ നമ്മൾ സെല്ല് ചെയ്തത്, ക്രിസ്റ്റൽ പാലസിനെ സെല്ല് ചെയ്തത് 14 മില്യൺ പൗണ്ട്സിനാണ്. അപ്പുറത്തെ സിറ്റിയൊക്കെ അവരുടെ ലീഗ് 1 കളിക്കുന്ന അവരുടെ ഗോൾ കീപ്പേഴ്സിനൊക്കെ അവർ സെല്ല് ചെയ്യുന്ന 19-20 മില്യൺ. ജെയിംസ് ട്രാഫോഡോ അങ്ങനത്തെ ഒരു ഗോൾ കീപ്പറാണ്. പുള്ളിയൊക്കെ സെല്ല് ചെയ്തത് 19 മില്യൺ പൗണ്ട്സിനാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മക്ടോമിനയുടെ സെയിൽ 25 മില്യൺ പൗണ്ട്സ്. മക്ടോമിനെ ഇപ്പം നാപ്പോളിയിൽ മക്ടോമിനെ കമ്പയർ ചെയ്യുന്നത് മറഡോണയുടെ അതേ സംഭവത്തിലാണ് അവരിപ്പം കാണുന്നത് മക്ടോമിനെ. ഫ്രെഡ് 7 മില്യൺ, എലാങ്ക 15 മില്യൺ, അൽവാരോ കരേറസ് 5 മില്യൺ പൗണ്ട്സ്. നമ്മൾ സെയിലിൻ്റെ കാര്യത്തിൽ ഭയങ്കര മോശമാണ്. അതുകൊണ്ട് തന്നെ അത് ക്യാപിറ്റലൈസ് ചെയ്യാൻ എല്ലാ ടീമുകളും ശ്രമിക്കും. നമുക്ക് ആ ഒരു മാർക്കറ്റിൽ നമ്മുടെ ഒരു സെല്ലിങ്ങിൻ്റെ കാര്യത്തിലും ബൈങ്ങിൻ്റെ കാര്യത്തിലും മാർക്കറ്റിൽ ഭയങ്കര മോശമാണ് യുണൈറ്റഡിൻ്റെ ആ ഒരു വീക്ക്നെസ് ക്യാപിറ്റലൈസ് ചെയ്യാൻ വേണ്ടി ബാക്കിയുള്ള ടീമുകൾ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യുണൈറ്റഡിൻ്റെ എന്താ പറയുന്നത് വിലപേശലിൻ്റെ കാര്യത്തിലൊക്കെ കുറേ കൂടെ കടുംപിടുത്തത്തിൽ നിൽക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. നമുക്ക് ആ ഒരു മാർക്കറ്റിലുള്ള നമ്മുടെ ആ ഒരു അഭിപ്രായം ആദ്യം മാറ്റി എടുക്കണം. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ തീർച്ചയായും ഛന്നം ഭിന്നം കമൻസായിട്ട് ഇടുക. ബൈ.